ഹലോ. കല്യാണമായിട്ട് നേരത്തേക്ക് പോകുന്നില്ലേ? ഓ ബന്ധുക്കളൊക്കെ അല്ലേ? വിശേഷങ്ങള്? അയ്യോ അതൊക്കെ നാട്ടുകാർ ചുമ്മാ പറയണത്. 2 പ്രാവശ്യം ചെക്കപ്പ് ചെയ്തു, ഒരു വിശേഷവും ഇല്ല. എന്ത് വിശേഷം? ഇതല്ലേ ഞാൻ സുഖമാണോന്ന് അന്വേഷിച്ചത്, അല്ലാതെ ആ വിശേഷം ചോദിച്ചൊന്നും അല്ല. അങ്ങനെ എങ്ങനെയൊക്കെ പോണു. ഭർത്താവ്? അയ്യോ ഭർത്താവ് ഗൾഫിലല്ലേ? ചെറിയ ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടാ. എന്തോന്നിന് അരിയണത്? എന്തോന്നിന് അരിയണ? സാമ്പാറിനാ അവിയലിനാ? ഇതുകൊണ്ട് ഇനി ഒരു ഉപയോഗവും ഇല്ല. വേസ്റ്റ് കുട്ടയെ തട്ടാം. പിന്നെ എന്തൊരു ചൂടല്ലേ ഇവിടെയൊക്കെ? ഭയങ്കര ചൂട്. അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയല്ലേ. എന്റെ ഭർത്താവ് അടുത്ത പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേ ഞാൻ പറയും അറബിയിലെ ഒരു സെൻട്രലൈസ്ഡ് AC കൊണ്ടുവരാൻ പറയും കേട്ടോ. പക്ഷെ 10 സ്റ്റാർ ആയിരിക്കണം, 20 ടൺ ആയിരിക്കണം. ഈ AC-യിൽ നിന്ന് വരുന്ന ഫ്രഷ് കൂളിംഗ് അടിച്ചിട്ടുണ്ടല്ലോ, എനിക്കൊന്ന് റിലാക്സേഷൻ ആവണ. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഈ AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കും? AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കുമെന്ന്? 10 സ്റ്റാർ. 20 ടൺ. Yes, 20 ടൺ. 20 ടൺ. റിലാക്സേഷൻ. സ്വിച്ച്. അടുക്കളയിൽ സ്വിച്ചുണ്ടോ? ബാത്റൂമിൽ വെക്കുമ്പോൾ വലിയ സ്വിച്ച് വെക്കണം കേട്ടോ. പെണ്ണുമ്പിളെ പോ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ജോലിയും ചെയ്യാൻ നോക്കും. ചുറ്റും കൊണ്ട് ഇറങ്ങിയിരിക്കുക. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടത്. വയലാറിനെ കല്യാണം വിളിച്ചാളിയാ. ഹായ് കുമാർ. ആ സായി കുമാറാണ്. സായി കുമാറല്ല, എന്റെ ഫ്രണ്ട് കുമാർ. ഹായ് എന്ന് പറഞ്ഞത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിനെയൊക്കെ ആരെങ്കിലും കല്യാണം വിളിക്കുമോ? തലയ്ക്ക് മൂത്താണ്, അങ്ങനെ ഒന്ന് പറഞ്ഞോളൂ. അത് കുടയും പിടിച്ച് വരണ കണ്ടപ്പോഴേ മനസ്സിലായി തലയ്ക്ക് മൂത്തതാണെന്ന്. കാലൊന്ന് പൊക്കുവോ? ഓ പിന്നെന്താ. എവിടെയായിരുന്നല്ലേ ഇത്ര നേരം? ഞാൻ ഫ്ലെക്സ് അടിക്കാൻ പോയി. ഇതൊന്ന് നോക്കണം. എന്റെ അളിയാ, ഇതൊന്നും കാണുന്നില്ല അളിയ, ഇത് കാണുന്നില്ല അളിയാ. ഈ ഒരു കല്യാണം വെച്ചാൽ എവിടെ ചെന്ന് കിടക്കായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫ്ലെക്സ് അടിക്കാൻ പോയെന്ന്. കൊള്ളാം. മോന്റെ കല്യാണമായിട്ട് ഇവിടെ പാള് വെച്ച് കിടക്കാനുള്ള പരിപാടിയാണല്ലേ? ആര് വെള്ളം അടിക്കാൻ പോയത്? നിങ്ങളിപ്പോ പറഞ്ഞതാ പെക്കടിക്കാൻ പോയെന്ന്. അയ്യോ പെക്കടിക്കാൻ പോയതല്ല, നാളെ കല്യാണത്തിന് നോക്കാനുള്ള ഫ്ലെക്സ് അടിക്കാൻ പോയെന്ന്. പിന്നെ ഈ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി നടത്തുന്നുണ്ട്. അതാണ് എന്റെ ആവശ്യം. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഒരേ ഒരു മോനാണ്. അതെനിക്കറിയാലോ. ഈ ഒരേ ഒരു മോൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തരുത്. ഇത് അളിയന്റെ കുറ്റമാണ്. അളിയനത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം പിള്ളേരുണ്ടാവുക. മനസ്സിലായി? അതല്ല, 40ാമത്തെ വയസ്സ് എന്റെ ചെറുക്കന് ഒരു കല്യാണം വന്നേ. അത് അളിയൻ കുളമാക്കരുത്, ഭംഗിയായിട്ട് നിന്ന് നടത്തി തരണം. അതൊക്കെ ഞാൻ. പിന്നെ ഒരു കാര്യം അറിയാലോ, എന്താണ്? ചെറുക്കന് ഒരു പിരി പിടിക്കൂല. അതൊക്കെ എനിക്ക് അറിയാളിയാ. നീ ചുമ്മാ ഞാൻ ചോദിച്ചിട്ട് എന്നെ ബാക്കി അറിയാം. മാമ, എന്റെ പെണ്ണുപിള്ള ഇവിടെ മുറ്റം അടിച്ചോണ്ടിരുന്നപ്പോ ആരോ കയറി മാന്തി. എന്റെ പെണ്ണുപിള്ള ഇവിടെ മുറ്റം അടിച്ചോണ്ടിരുന്നപ്പോ ആരോ കയറി മാന്തിയെന്ന് അതെനിക്ക് അറിയണം ആരാന്ന്. അത് ചോദിക്കണ്ടേ? നമ്മുടെ വീട്ടിൽ നല്ലൊരു കാര്യം നടക്കുമ്പോ അത് ആര് കാണിച്ചാലും മോശം. അതെന്തായാലും മോശമായി പോയി കേട്ടോ. അത് എന്റെ അടുത്തൊന്ന് പറയുന്നത് വെച്ച് പലരും ഇവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ഞാനൊരു കട്ടനെ ചോദിച്ചുള്ളൂ. അലപ്പം തോളം വിഷയമൊന്നും ഉണ്ടാക്കണ്ട. ഒരു കാര്യം ചെയ്യാം, എന്റെ ഡിവാൾഡി ഇവന്റ്സ് ആണല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ എടുത്തേക്കണത്. അപ്പൊ എന്റെ ക്യാമറമാൻ ഉണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുള്ളിയുടെ സംശയം തീർത്തോടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിച്ചു. സാധനങ്ങളെല്ലാം ഷൂട്ട് ചെയ്തില്ലേ? എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്നെ റിവൈൻഡ് ചെയ്തൊന്ന് കാണീരി. അതൊന്ന് മുന്നോട്ടടിച്ച് കാണിച്ചാണ്. മുന്നോട്ട്. അത് പതുക്കെ ഒന്ന് റിവൈൻഡ് അടിച്ച് കാണിച്ചേ. അത് ഒന്ന് അതേപോലെ പതുക്കെ മുന്നോട്ടൊന്ന് പോട്ടു. അത് പതുക്കെ അതേപോലെ പുറമോട്ടടി. ഞാൻ പറഞ്ഞില്ലേ എന്റെ കള്ളക്കള തോണ്ടിയത്. മുന്നോട്ടടി. ഒന്ന് പതുക്കെ ഒന്ന് പതുക്കെ മുന്നോട്ട്. കണ്ട ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. മാമ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പെണ്ണുമ്പോൾ ആരാണ്ട് തോണ്ടിയത്? ഈ കള്ളക്കളവൻ തോണ്ടിയത്. എന്റെ പൊന്നളിയ, കല്യാണ വീട്ടിൽ വന്ന് കുളമാക്കല. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, എണ്ണ ഉണ്ടെന്ന് കയ്യിൽ ഒഴിച്ചപ്പോ പൊള്ളി ഓടിയതല്ലേ? അറിയാ തട്ടിയാളിയാ. ഞാൻ ക്ഷമ ചോദിക്കുന്നു, പ്ലീസ്. എല്ലാ കല്യാണത്തിലും കാണും ഇതേപോലെ. പിന്നെ എനിക്ക് ഓർഡർ എടുക്കാൻ സമയമായി. ഓർഡർ എടുക്കാനാ? നല്ല കപ്പയുണ്ട്, തലക്കറിയുണ്ട്, കക്കയുണ്ട്, ഞണ്ടുണ്ട്, നല്ല മൂത്ത കള്ളമുണ്ട്. കള്ളം
ഒരു തലക്കറി. പെട്ടെന്ന് ഞാൻ ഷാപ്പിൽ നിങ്ങൾ ഓർമ്മയില്ല. ഷാപ്പുകാരന്മാരെയൊക്കെ പാചകം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കോളിയാ. ഷാപ്പ് കറിയൊക്കെ വെച്ച് തരും. ഓ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കിവിടെ പാചകം തുടങ്ങാൻ പറ്റില്ല. കൊണ്ടൊരു പ്രോപ്പർട്ടി കാണാനില്ല. പ്രോപ്പർട്ടി കാണാനില്ല. കല്യാണ വീടാണ്, കൊച്ചു പിള്ളേർ കറങ്ങി തിരിഞ്ഞ് നടക്കണം. പ്രോപ്പർട്ടി സൂക്ഷിച്ചു വെക്കണ്ടേ? ഇത് എവിടെ കൊണ്ടുപോയി? ഞാനേ സംഭവം നമ്മളെ ഈ ചിപ്സ് ഒക്കെ തിളച്ചെണ്ണ ഇങ്ങനെ തോർത്തി എടുക്കാനായിട്ട് കണ്ണാപ്പാ ആദ്യം വലിയ ഒത്തിരി ഹോളുള്ള വലിയൊരു തവി ഉണ്ടായിരുന്നു. കാണാല്ലോ, കണ്ടോ? അതിന്റെ പേര് കണ്ണാപ്പ എന്നാണ്? ഓ അയ്യോ, ഞാൻ വിചാരിച്ചു തവിയിൽ ഓട്ടോ എന്നും പറഞ്ഞെടുത്ത് വിളയെ കളഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഒരു കാര്യം ചേട്ടാ, ഞാൻ ഇന്ന് ഇവിടെ എന്തോന്ന് ഉണ്ടാക്കണം? വെജ് വേണോ നോൺ വെജ് വേണോ? അയ്യോ, ആര് വെച്ചാലും കുഴപ്പമില്ല, വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ അത് ന്യായം. അത്രേ ഉള്ളൂ. അത് എന്റെ അളിയൻ പറഞ്ഞ ന്യായം. അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ 2 പെമ്പിളരെ കിട്ടും. ചേരണ്ട അനാവശ്യം പറഞ്ഞു വീട്ടിൽ എല്ലാ കാര്യങ്ങളും. അല്ലേ പേഴ്സണലായിട്ട് കാര്യം പറയട്ടെ. പേഴ്സണലായിട്ട് ചോദിക്കണോളാം, അതല്ലാന്ന്. ഈ പാചകക്കാരൻ എനിക്കറിയാം. ഓ, ഇങ്ങനെ എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ മുമ്പ് പാചകത്തിന് വന്നിട്ടുണ്ട്. ഇത് ഷാപ്പുകാരനാണ്. അവിടെ വന്നിരുന്ന് ഇവന്റെ കൂട്ടുകാർ എല്ലാം കൂടി പാത്രവും ചട്ടിയും മൊത്തം അടിച്ച് പൊട്ടിച്ച് അവസാനം ആ വീട്ടിലെ ഉടമസ്ഥ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൊട്ടിയതും തിളങ്ങിയതൊക്കെ ഇവിടെ കിടക്കട്ടെ, പകരം പുതിയത് വേണം പുള്ളിയിലെത്താൻ. അതിപ്പം മീൻകറി വെക്കുന്ന ചട്ടി ആയാലും ശരി പുതിയതായിരിക്കണം. അപ്പൊ എന്നെ ഫർഗീസ് നേരത്തെ ഡയലോഗ് പറഞ്ഞു, പിന്നെ ഇല്ല. അതാണ് നല്ലത്. പിന്നെ എനിക്ക് ഒരുപാട് പണിയുണ്ട്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പിന്നെ നോക്കിക്കോളാം. ഒരു കട്ടൻ കുടിച്ചാലാ? തീർച്ചയായും. സായികുമാർ മോഹൻലാലും കൂടെ പോയി ചായ കുടിച്ച് വരി. പിന്നെ എന്നെ അവിടെ പുള്ളിയുടെ അടുത്ത് കുറ്റം പറയണത് ഞാൻ കേട്ടു. എന്താന്ന്? ഞാനേ അവാർഡ് വെച്ചിട്ടുള്ള പാചകക്കാരാണ്, ഏറ്റവും നല്ല പാചകക്കാരനുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള ആളാ. എന്ന് എന്റെ ഊഹം ശരിയാണെങ്കിൽ 1943 ആണെന്ന് തോന്നുന്നു. അന്ന് നീ ജനിച്ച? അതല്ലേ പറഞ്ഞ തോന്നണം. തോന്നൽ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് നാരങ്ങളും കുടിച്ചിട്ട്. കുറച്ച് നാരങ്ങളും കുടിച്ചോ. ഇത് നേരത്തെ ഇവിടെ ഇരിക്കുന്നു പൊടി. ഇല്ല, നല്ലതാണെന്ന്. ഇത് പൊടിയെന്ന്. ഇല്ലാന്ന് കുടിച്ചു നോക്കെന്ന്. കാര്യം പറഞ്ഞ എന്തുവാടാ എന്താ എന്തുവായതെന്ന് ഇത് നിങ്ങൾക്കറിയത്തില്ല? എന്താ നിന്റെ അടുത്താ ചോദിക്കും? അതല്ല, ഇതിന്റെ വില എത്രയാണെന്ന് നിനക്കറിയോ? ഇതിന്റെ വില എത്രയാണെന്ന് അറിയാമോന്ന്? എത്ര വിലയൊന്നും എന്റെ പൈസ ഒന്നും ഇല്ല. എടാ, ഈ സാരിയുടെ വില എത്രയാണെന്ന് നിനക്കറിയാമോന്ന്? സാരിയാ, അതിപ്പോ ഞാൻ തുടച്ചു തരാം. ഓ, കേക്കാത്ത മട്ടി നിക്കണ് തുളയ്ക്കാൻ വേണ്ടി. അങ്ങോട്ട് അകത്തോട്ട് കാണാൻ കയറിപ്പോ. ഞാൻ തുടച്ചു കൊടുക്കാണോ? ഞാൻ ഒന്നും ചെയ്തില്ല. നിങ്ങൾ ആളിയെപ്പോടെ ഉണ്ടായിരുന്നു, നിങ്ങൾ മണ്ട അടിച്ച് പൊട്ടിക്കായിരുന്നു. ഞാനൊരു എല്ലാ വീട്ടിലും കാണും ഇതുപോലത്തെ ചില ദുരന്തങ്ങൾ. ഗിഫ്റ്റ് ഒക്കെ തന്നത് പറഞ്ഞത് വസ്ത്രാവശ്യം പോലെ ഇരിക്കണല്ലേ മാമ. അച്ഛൊരു മുണ്ട് വാങ്ങിച്ചു തന്നെ, എത്ര ഉടുത്തിട്ട് മിച്ചം പറഞ്ഞു മാമ. ഡബിൾ മുണ്ട്. ഇത് എടുക്കാനുള്ള പ്രായം നിനക്ക് ആയിട്ടില്ല. ട്രൗസർ. എടാ, കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ കുത്തൊഴിഞ്ഞ ജീവിതമല്ല. അതിന് ഒരു അടുക്കും ചിട്ടയും കാര്യങ്ങളൊക്കെ നേരത്തെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു. നമ്മൾ മാവനും വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല, കൂട്ടുകാരെ പോലെയാണ്. ഫ്രണ്ടാണ്, ഒരു പിരി പിടിക്കില്ല. പക്ഷെ പയ്യൻ അല്പം ഏജ് ഓവറാണല്ലേ? ഏജല്ല, മൊത്തത്തിൽ ഓവറാ. എടാ, ഈ കല്യാണം കാര്യങ്ങളും സംഭവമൊക്കെ ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നിന്റെ പ്ലാനും പദ്ധതിയൊക്കെ? 40-40 വയസ്സായില്ലേ മാമ? അതിന് നീ പ്രസംഗിക്കണ്ട, പറ. ആദ്യമായിട്ടല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്. താലി കെട്ടി കഴിഞ്ഞ എന്ത് വിഷയം ഉണ്ടായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു, ഫസ്റ്റ് പന്തി കയറി ഞാൻ ചോറ് കഴിക്കും. എലിവശം ഞാൻ കലക്കി കൊടുക്കും ഇങ്ങനെയുള്ളവന്. ഇടാ, ആഹാരം കഴിക്കുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയോ? പിന്നെ ഇടാ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആകുമല്ലോ. ആദ്യ രാത്രി അതൊക്കെ അറിയാം. ഇരുന്ന് സംസാരിക്കാം. ഇവനെ പിടിയടാ, ഇവനെ വീഡിയോ ഇടാ. ആദ്യ രാത്രിയെ കുറിച്ച് എനിക്ക് കുറച്ച് സങ്കല്പങ്ങളൊക്കെ വേണം. വെറൈറ്റി ആണ്. എല്ലാരും പാലല്ലേ കുടിക്കുന്നത്, ഞാൻ മട്ട സൂപ്പ്. നീ കെട്ടാമണ പെണ്ണിന്റെ പേരെന്തോന്നു? ജോളി. ഈ പന്തൽ അഴിക്കണ്ട. അതെന്ത്? പാചകക്കാരൻ പറഞ്ഞു വിടണ്ട. കാര്യം പറ. ഇവന്റെ ഭാര്യയുടെ പേര്, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേര് ജോളി. മിക്കവാറും ഇവന്റെ അടിയന്തരം കൂടെ കഴിഞ്ഞിട്ട് ഇത് പൊളിക്കേണ്ടി വരും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇച്ചിരി കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യണം. തമാശ വേണം. എങ്കിലേ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, മനസ്സിലായോ? അവള് വരുമ്പോഴേ പറയാൻ വേണ്ടി ഞാൻ കുറെ തമാശ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മാമൻ കേട്ടാ ചിരിച്ചു
മരിക്കും. അയ്യോ ദൈവമേ, അപ്പൊ നാളെ അടിയന്തരം കൂടി. നീ പറയടാ അങ്ങോട്ട്. മാമ ഇരുന്നില്ലെങ്കിലും മറിഞ്ഞു വീഴും. ആ, ഇല്ല, നീ പറ, നീ പറ. അത്രയ്ക്ക് വലിയ കോമഡി നീ അവിടെ പോണം. ഇങ്ങോട്ട് ഇരി. ചെറുക്കന്റെ തമാശ കേട്ടിട്ട് പോയാ മതി. പിന്നെ ഞാനിരുന്ന് കേൾക്കാം. പറയടാ. ഒരാളെ പെയിന്റും കൊണ്ട് കാട്ടിൽ കൂടെ നടന്നു പോവേ. അങ്ങേർക്ക് പെട്ടെന്ന് വയറ്റിലെത്തണം. വയറ്റിലെത്തണം. എന്ത് ചെയ്യും? പറഞ്ഞാലേ കാട്ടിയിരിക്കുന്ന ആള് വയറ്റിൽ എങ്ങനെ എങ്ങനെ എത്തും? ചോദിക്കും. എങ്ങനെ എത്തും? അവിടെ ഒരു ഇല കിടക്ക്, അതിൽ വൈറ്റ് പെയിന്റ് അടിക്കും. അപ്പൊ വയറ്റിലായില്ലേ മാമ? നിങ്ങളെ എവിടെ പോണേ? ഒരു കൂട്ടുവാണ് ഇവിടെ ഇരി. എനിക്ക് എണ്ണ കളച്ച് കിടക്കണം അടുപ്പിൽ. ഇതേപോലത്തെ തമാശയാണ് ആ പെണ്ണിന്റെ അടുത്ത് പറയാൻ പോണേ. വേറെ തമാശയുണ്ട്. വേറെ ഉണ്ടാ? അത് ചിരിച്ച് ചിരിച്ച് മരിക്കും. വാ, വാ, പറ. ഛെ, എന്റെ ചെറുക്കന്റെ കഥ കേട്ടിട്ട് അടുപ്പിൽ എണ്ണ കളച്ച് കിടക്കണം. അങ്ങനെ പറഞ്ഞാ നീ ഇവിടെ ഇരി. മക്കളെ പറ, അത് പറയണം. ഒരു ആല് ഉറുമ്പ് പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവേണേ. പെട്ടെന്ന് അവര് കായലിൽ വീഴും. അപ്പൊ ശ്വാസം കിട്ടാൻ വേണ്ടി ആന തുമ്പിക്കെടുത്ത് വെള്ളത്തിന്റെ പുറത്ത് ഇങ്ങനെ പൊക്കി പിടിക്കും. ഇത് കണ്ട് ഉറുമ്പ് ഇടത് കൈ പൊക്കി പിടിക്കും. അതെന്തിനെ ഉറുമ്പ് ഇടത് കൈ പൊക്കി പിടിക്കുന്നത്? പുതിയ വാച്ച് കെട്ടിരുന്ന് കാണാൻ വേണ്ടി. ഇല്ല, ആ എണ്ണ തിളച്ചാണോ? ഇതിനതിലിട്ട് വറുത്താല വേണ്ട, പൊട്ടിത്തെറിയും. എടാ പോടാ, ഇങ്ങനെയാണോ തമാശ പറഞ്ഞത്? ഇങ്ങോട്ടോ മാമൻ നിനക്ക് കുറച്ച് തമാശ പറഞ്ഞാൽ മിക്കവാറും നീ അത് കേട്ട് ചിരി ചാവും. നാളെ വേറെ പയ്യനെ നോക്കണം കേട്ടാ. ആരുമില്ലടാ, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളോടാ. ആ മറ്റേ വാഴ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, നിങ്ങൾ ഒരു ചെറിയ വാഴ കൊണ്ടുവരാൻ പറഞ്ഞത് സംഭവം തോന്നുന്നത്. അയ്യോ വേറെ ഒന്നുമില്ല, എന്റെ മോന്റെ ജാതകത്തിൽ ചെറിയൊരു ദോഷമുണ്ട്. അവൻ ആദ്യത്തെ ഭാര്യ വാഴൂല. അപ്പൊ അതിന്റെ ആദ്യത്തെ വാഴയെ കല്യാണം കഴിച്ച ആ ദോഷം മാറ്റിയതിനു ശേഷം രണ്ടാമത്തെ ഭാര്യ കല്യാണം കഴിച്ച ഒരു വിഷയമില്ല. ഒരു വിഷയമല്ല. പക്ഷെ ഇത് ഇന്ന് നടന്നില്ലെങ്കിൽ 14 വർഷത്തിന് ശേഷം നടക്കുള്ളൂ. ഇന്ന് നടന്നില്ല, 14 വർഷം കഴിഞ്ഞ് നടക്കുള്ളൂ. സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആദ്യം വാഴ കല്യാണം കഴിക്കണം. ആദ്യം വാഴ കല്യാണം കഴിയും. മുഹൂർത്തം എത്ര മണിയാണ്? 9 കിടക്കും. ഇടയ്ക്ക് എന്നെ ഓർമ്മിച്ചു, അത് വാഴയും കാര്യങ്ങളെല്ലാം ready ആണ്. എല്ലാം ഓക്കെ ആണല്ലോ. ഓക്കെ, ഓക്കെ. ഞാൻ ബാക്കി കാര്യങ്ങളോട് സെറ്റ് ശരി ചെയ്തിട്ട് ശരി 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 ശരി. എടാ, എന്റെ ഡിവാൾഡിന്റെ ആൾക്കാരൊക്കെ എവിടെ പോയടാ? എവിടെ പോയടാ? അങ്ങനെ പോയടാ. വാടാ, ഓർമ്മ ഒഴിയടാ. ഈ സമയത്തല്ല ഓർമ്മ അടിക്കുള്ളത്. ഞാനും കൂടെ. എനിക്ക് പാചകം ചെയ്യാൻ മുട്ടി നിൽക്കുന്നു, പെട്ടെന്ന് വഴി പോരെന്ന്. ഇതിന് ആര് വിളിച്ചോണ്ട് വന്നു? പൊട്ടി വന്നില്ലേ കൂടെ സാധനം എന്ന് പറഞ്ഞപ്പോ? ഷെയർ തരാന്ന് പറഞ്ഞു. എളുത്ത് മാറ്റോ? എന്നെ തന്നെ പറഞ്ഞത്. ഓ, നിന്നെ തന്നെ പറഞ്ഞത് അടി. എന്താടാ കല്യാണം വീട്ടില്? എന്താ നീ പാചകത്തിനല്ലടാ വന്നത്? പാചകം കൊഴുക്കണ്ടേ? അപ്പം ഓർമ്മ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷമായിരിക്കും കാര്യങ്ങളൊക്കെ. എന്തായാലും ഉന്മേഷം കൂടെ വെള്ളമടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നീ ഒരു കാര്യം ചെയ്യും, നീ ഓർമ്മ അടിച്ചു നോക്കി. എനിക്ക് വേണ്ട. ശരി, ഇന്നലെ ഒരു പാല് വെച്ചോണ്ട് ഒരു പേർഷ്യക്കാരന്റെ വീട്ടിൽ അവിടെ നിന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. എനിക്ക് വേണ്ട. ശരിയാവും. നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതേ പേർഷ്യയില് അറബി അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴവും മണലാരണ്യത്തിലിട്ട് വാറ്റിയ സാധനമാണ്. ഏത് അറിവിലായിരുന്നാലും എനിക്ക് വേണ്ട. അടിക്കണ്ടത് മണപ്പിച്ചോക്കെ. മണം കൊള്ളാമെങ്കിൽ അടിച്ചാൽ മതി. മണപ്പിച്ചോ? മണം കൊള്ളാം. ഞാനും ആ ഗ്യാപ്പിൽ സിപ്പ് ചെയ്ത് വെച്ചത് അടിക്കാം. അമ്മാ, ഇത് നമ്മൾ പൊളിക്കോളിയാ. എന്താടാ ഇത് അളിയന്. ഇത് ഞാൻ കുടിക്കൂലല്ലോ. ഇന്ന് കുടിച്ചു തുടങ്ങാളിയാ. കല്യാണം എന്റെ മോന്റെ കല്യാണത്തിന് ഞാൻ കുടിച്ച് പെടുത്തടക്കാം. ഇവിടെ നാണോ ഇല്ല അളിയ. എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് കൊളാക്കല്ലേ കൊളാക്കല്ലെന്ന്. സുഹൃത്തേ, അന്തസ്സോടെ അന്തസ്. ആ ഇത് കട്ടൻ ചായ, ഭയങ്കര ചൂട്. മിക്കവാറും ആ കട്ടൻ ചായ കലത്തിൽ മുക്കി കൊല്ലും ഞാൻ. കഷ്ടം എല്ലാ ഫാമിലിയും കാണും കേട്ടോ. ഇതേപോലെ തോന്നുന്നു ദുരന്തങ്ങൾ തന്നെ ഇതൊക്കെ. കഷ്ടം. ഇതെന്താ ഇത്? നിങ്ങൾ മറ്റേ അറബി അവിടുന്ന് കൊണ്ടുവന്ന പട്ട ഇതാണോ പട്ടാ? എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. എന്റെ അളിയ, നീ അളിയ ഒന്ന് ഇവിടെ ഇറങ്ങി പോയി തരുമോ? നാളെ രാവിലെ കല്യാണത്തിന് വന്നാൽ മതി പ്ലീസ്. ഒന്ന് പോ. അപ്പൊ ഇത് നിങ്ങളെ പറ്റി യാതൊരു ബന്ധമില്ലേ? എന്നാ പിന്നെ പോ. എന്റെ തെറ്റ് തന്നെ അളിയാ. പോ. ശരിയാക്കി തരാടാ ഞാൻ. അല്ല, അത് കൊണ്ടുപോകേണ്ട കാര്യമല്ലല്ലോ. അല്ലല്ല, അവൻ കൊണ്ടുപോകുന്ന സാധനം അവൻ കൊണ്ടുപോട്ട് പോ. അത് തന്നെ. ഓക്കെ. അല്ല, ബിനുവിനെ വീട് വരെ അല്ല, അവൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ. നീ അവിടെ ജോലി പാപ്പന്റെ എന്തൊരു കുത്തിയാലും കുഴപ്പമില്ല. നാളെ രാവിലെ വന്നാൽ മതി കേട്ടാ. മുഹൂർത്തത്തിന് സമയം നമ്മുടെ കല്യാണം നടത്തണ്ടേ? പിന്നെ മണി 9:25. 9:25. പെണ്ണിനെ കൊണ്ടോടാ, പെണ്ണിനെ കൊണ്ടോ, പെണ്ണിനെ കൊണ്ടോ, പെട്ടെന്ന് പെട്ടെന്ന്. പയ്യായി. ആ മക്കളെ വേണം. കുഴപ്പമില്ല. ഇല്ല പോത്തില്ല. അവിടെ ഒരു കാര്യം ചെയ്യാം. അച്ഛൻ താലിയെടുത്ത് മോന്റെ കയ്യിൽ കൊടുക്കും. അച്ഛൻ താലിയെടുത്ത് മോന്റെ കയ്യിൽ ദൈവത്തെ വിചാരിച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കെട്ട്. ജെട്ടിമേളം അപ്പൊ ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. പെട്ടെന്ന് കിട്ടിയ ഫോട്ടോ കാര്യങ്ങള് അളിയാ. ഫാമിലി ഫോട്ടോ എടുക്കുമ്പോ സ്വന്തം അളിയാൻ വേണ്ട അളിയാ. നിന്നോട് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. പറ്റൂലളിയാ. എന്റെ അടുത്ത് സംസാരിച്ചിട്ടളിയാ. സംസാരിച്ചാളെ പറഞ്ഞോട്ട് ശരിയാവില്ല. അളിയാ ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയില്ല. അളിയാ സംസാരിക്കാൻ. ഞാൻ ഒരു കാര്യം പറയാം.
ഇവിടെ മുഹൂർത്തത്തിന് സമയം നീ ഒന്ന് പോവോ? നീ അറിയാത്ത പരിപാടികളെ എന്നെ ഒരു നിരപരാധി ഇത് ആടാ ഇതിനെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച ഇതിനെ ഇന്ന് ഫ്രണ്ട് രാത്രി കൊണ്ടുവയ്ക്കാളാ ഇതിനെ കാടായിരുന്നു കൂടെ കൊണ്ടുവച്ചത്. മാമാ എന്താ അച്ഛാ എന്താ ഈ മാമ എന്റെ ഭാര്യയെ പിച്ചി ചീന്തി. 9:35. അടുത്ത മുഹൂർത്തം ഇനി 14 വർഷത്തിന് ശേഷം അപ്പൊ എനിക്ക് എത്ര വയസ്സാവും? 54 വയസ്സാവും. ഞാൻ വനവാസത്തിന് പോകും. എവിടെ? സെൻട്രൽ ജയിലിൽ. എന്തിന്? ഇങ്ങനെ വെട്ടി കൊല്ലും ഞാൻ.